എന്തിനാ തല്ലി? എന്തിനാ തല്ലിയെന്ന് നിനക്ക് മനസ്സിലായില്ലേടാ? നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് അടി ഉണ്ടാക്കാൻ പോകരുതെന്ന്. അതെങ്ങനെയാ മൂത്തവരെ പറയുന്നതെന്നുള്ള ചിന്ത പോലും ഇല്ലല്ലോ. സ്വന്തം ഇഷ്ടത്തിനങ്ങ് നടക്കുകയല്ലേ. വെയ്, ഇതെങ്ങനെ നീ അറിഞ്ഞേ? എടാ മരപ്പട്ടി, അപ്പം നീയായിരുന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ ഏട്ടാ, ചെറിയൊരു കൈബത്തം. അറിയാതെ അല്ല, അറിഞ്ഞോണ്ടാ. അല്ല, അറിഞ്ഞോണ്ടല്ല, അറിയാതെ പറ്റിപ്പോയതാ. അതെങ്ങനെയാടാ നീ അറിയാതെ നിന്റെ ഫോണിൽ നിന്ന് ചേച്ചിയുടെ നമ്പർ തന്നെ ഡയലായി കോള് പോയത്? അത് തന്നെ ഇപ്പം ഞാനും ആലോചിക്കണേ, എൻ്റെ ഫോണിൽ നിന്ന് എങ്ങനെയാണോ എന്തോ കോള് പോയത്. അങ്കേട്ടാ, നമുക്കെന്നെ പിന്നെ സമാധാനത്തിൽ കൊല്ലാം. ഇപ്പതേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ദൈവമേ, ഇനി ഇതിൻ്റെ അടുത്തുനിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എടാ, ആയാലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി പറഞ്ഞതാടാ. ചേട്ടാ, ഇനി ലാസ്റ്റത്തെ ഒരു വഴിയേ ഉള്ളൂ. ചേച്ചി തരുന്ന എന്താന്ന് വെച്ചാൽ നിന്നങ്ങ് കൊള്ളുക. നീ പോടി ദുഷ്ട. അങ്കി, ഇത് നിന്റെ ലാസ്റ്റ് വാണിങ്ങാ. ഇനി എന്തേലും ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അങ്ങനെ എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല. അവനായിട്ട് എൻ്റെ പെങ്ങന്മാർക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഇടപെടും. അതിൽ ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു മാറ്റം വരത്തുമില്ല. നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്ത അങ്കി? ഈ കാര്യം ഇനി എത്ര പ്രാവശ്യം നീ എൻ്റെ അടുത്ത് പറഞ്ഞാലും എൻ്റെ തലയിൽ കയറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സംസാരം നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. ഇനി ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അല്ലേലും നിന്റെ പെങ്ങന്മാരുടെ കാര്യം വരുമ്പോൾ നീ ആര് പറയുന്നതും കേൾക്കില്ലല്ലോ. പിന്നെ ഞാനീ വായിട്ടലച്ചിട്ട് തന്നെ എനിക്ക് കിട്ടാനുള്ള. വെൽ, ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്. ആരും, നീ എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരെ എത്താൻ എത്ര ടൈം എടുത്തേ? ടൗണിൽ നല്ല ബ്ലോക്കായിരുന്നു. ഇത്രയും ബ്ലോക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ബാക്കിയൊക്കെ നമുക്ക് അകത്ത് കയറി പോയിട്ട് ആദ്യം അകത്തേക്ക് കയറി വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല, എൻ്റെ മീര എവിടെ പോയി? ഞാനിവിടെ തന്നെ ഉണ്ട്. ഇതെന്നെ വന്നേ, ഞാൻ വന്നിട്ട് എന്നോടൊന്നും മിണ്ടാതെ അപ്പുറം പോയി നിൽക്കുന്നേ. ഓ, നിനക്ക് എന്നോടൊക്കെ മിണ്ടാൻ സമയമുണ്ടോ? അതെന്താ മീര അങ്ങനെ ഒരു വർത്താനം? ഇനി ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്നാ തിരിച്ചു പോയേക്കാം. പോടി വണ്ണേ, എന്തു പറഞ്ഞാലും അതിനനുസരിച്ച് തറുതല പറഞ്ഞോണം നീ. അമ്മയുടെ മോളിങ് വന്നേ. செவ்வாழ இணைகளை நீ சொன்னால் நான் நம்பி விடவோ மை கொஞ்சம் பொய் கொஞ்சம் கண்ணுக்குள் நீ கொண்டு வருவாய் காலத்தால் மூவாத. മാധവേട്ടാ, ഇവിടെ നമ്മുടെ മോള് തന്നെ അല്ലേ? അത് തന്നെ ഇപ്പൊ ഞാനും ആലോചിക്കുന്നേ. ഓ, ലോകത്തെങ്ങുമില്ലാത്ത ഒരു അമ്മയും മോളും. നീ പോടാ, നിനക്ക് അസൂയല്ലേ മീരിന് എന്നെ കൂടുതൽ ഇഷ്ടം എന്നോർത്ത്? ഒന്ന് പോടി, അസൂയപ്പെടാൻ പറ്റിയ ഒരു സാധനം. ആ, ഇപ്പൊ എന്തിനാ പിച്ചി? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിച്ചതാ എടി പൊടി അവള് ഇവളെന്നൊക്കെ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ചേച്ചിന്ന് മര്യാദക്ക് വിളിച്ചോണെന്ന്. ഓക്കെ ചേച്ചി, ഇനി ആവർത്തിക്കില്ല. ഇത് നമ്മുടെ ഏട്ടൻ തന്നെയാണോ? അത് തന്നെ ഞാനും നോക്കുന്നേ. മാവേ, നീ കാണുന്നില്ലേടി ഇതൊക്കെ? പിന്നെ നല്ല 4K ക്വാളിറ്റി കാണുന്നുണ്ട്. കുറച്ചു നേരം മുമ്പ് ആ വരുണിനെ എടുത്ത് ഭിത്തി കയറ്റിയ ആളാ നിൽക്കുന്നേന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? അമ്മ പറഞ്ഞ ശരിയാ, ഈ കുടുംബത്തിൽ നിന്നല്ല ഈ ലോകത്തിൽ തന്നെ അങ്കിയേട്ടനെ കൺട്രോൾ ചെയ്യാൻ ചേച്ചിക്ക് മാത്രമേ പറ്റൂ. കണ്ടോ, അതാണ് ഈ ആരാധ്യയുടെ കഴിവ്. ഈ മൂക്കേറിട്ട കാളേനെ അമരിക്കാൻ എനിക്കേ പറ്റൂ. മൂക്കാറിട്ട കാളയല്ലേ? ശരിയാക്കി തരാട്ടാ. എന്താ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മതി, ഇനി എല്ലാവരും അകത്തേക്ക് കയറിച്ചല്ലേ. ആരും നീ ചെന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും. ഇത്ര നേരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ. ഓക്കെ ദേവു, അപ്പം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് കാണാം. എടി, മര്യാദ കുളിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ല, ആദ്യം ഉറക്കം പിന്നെ കുളിക്കൽ. ഈ പെണ്ണിനെയും കൊണ്ട് ഒരു വൃത്തിയില്ല, ഒന്നുമില്ല. ഏട്ടാ, എന്താ ചെയ്യണ്ടേ? ആദ്യം അങ്കിതിനെ പിടിക്കണോ അതോ മൈഥിലിനെ പിടിക്കണോ? മൈഥിലി അല്ല, ആരാധ്യ. അവൻ്റെ വീക്ക്നെസ് ഇവിടെ ലാൻഡായി കഴിഞ്ഞു. അപ്പോൾ പ്ലാൻ എങ്ങനെയാ? ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതി. അത്രയും പേരുടെ മുന്നിൽ വെച്ച് വെറും ഒരു പെണ്ണായ അവൾ എൻ്റെ മേത്ത് കൈവച്ചു. അവളെ ഞാൻ വെറുതെ വിടില്ല. നീ ഇങ്ങനെ ധൃതി പിടിക്കാതെടാ. എന്ത് സാധനമാണെങ്കിലും നമുക്ക് സമയം എടുത്ത് കൈ കിട്ടുമ്പോൾ അതിനൊരു സുഖമുള്ളൂ. അവളെ നിനക്ക് ഞാൻ തരൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കും. നിൻ്റെ ഏട്ടനാ പറയുന്നത്. ഏട്ടൻ ഇനി എന്നാ ഇങ്ങോട്ട് വരുന്നത്?
അത് ഞാൻ ഉറപ്പിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ കാല് കുത്തുന്ന അന്ന് തൊട്ട് അങ്കിതിൻ്റെ നാശം തുടങ്ങും. എങ്കിൽ ശരി, നീ വെച്ചോ. എടി നീ ഇനി തിരിച്ചു പോകുന്നുണ്ടോ? എങ്ങനെ നീ പ്ലാൻ ചെയ്തിരിക്കുന്നേ? അതെ മോളെ, നീ ഇപ്പം അവിടെ പോയിട്ട് ഇത്രയും വർഷമായില്ലേ, ഇനി അവിടുത്തെ ഇതൊക്കെ നിർത്തി ഇവിടെ വന്ന് നമ്മുടെ കമ്പനി കയറ്. ഇവിടെ ജോലി ചെയ്യുന്നതല്ലേ നിനക്കും സുഖം. അത് തന്നെ എൻ്റെ അഭിപ്രായം. നമുക്ക് സ്വന്തമായിട്ട് കമ്പനി ഉള്ള സ്ഥിതിക്ക് നീ എന്തിനാ ഇങ്ങനെ അന്യരാജ്യത്ത് പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? ആര് പോണു? അതിന് ഞാൻ വിട്ടാലല്ലേ അവള് പോളൂ. ആരു, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് സീരിയസ് ആയിട്ട് എടുക്ക്. നിങ്ങൾ എത്ര നാളായി പറയണോ അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് നമ്മുടെ കൂടെ ഇവിടെ കമ്പനി കയറാൻ? അതെ ആരു, വൈകാതെ തന്നെ ചേട്ടന്മാരെല്ലാവരും കമ്പനിയിൽ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വേണം കമ്പനി നോക്കാൻ. അജു ആണ് കമ്പനി പോവില്ല. പിന്നെ ഉള്ളത് ആദും മൈദും വാവയാ. അവരുടെ കോളേജ് കംപ്ലീറ്റ് ആവാതെ അവർക്ക് കമ്പനി കയറാനും പറ്റത്തില്ല. ഇപ്പോഴാണെങ്കിൽ അങ്കി മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് അച്ഛന്മാർ പോലെ നിർത്തും. പിന്നെ ഇനി അങ്കി തന്നെ ഓരോന്ന് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് നിന്നോട് കയറാൻ. എന്ന് പറഞ്ഞ് ഞങ്ങളാരും നിന്നെ നിർബന്ധിക്കുകയൊന്നുമില്ല. നിനക്ക് തിരിച്ചു പോകണമെന്നാണ് താല്പര്യമെങ്കിൽ നീ പൊക്കോ. ഇവിടെ നിൽക്കണം എന്നാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങളെല്ലാം ശരിയാക്കി തരാം. അതെ, ഞങ്ങളാരും നിന്നെ നിർബന്ധിക്കുന്നതൊന്നുമല്ല. പിന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതെ ചേച്ചി, ഇനിയും ചേച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്ര നാളെന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നേ? ഇതിപ്പോൾ തന്നെ 3 കൊല്ലം മുമ്പല്ലേ ചേച്ചി തിരിച്ച് വന്നിട്ട് പോയത്. ഇനി എത്ര നാള് കഴിഞ്ഞാലും ഇനിയൊന്ന് വരുന്നേ? എൻ്റെ അഭിപ്രായത്തിൽ ചേച്ചി ഇനി തിരിച്ചു പോകണ്ട. ഇവിടെ അങ്കിയേട്ടൻ്റെ കൂടെ നിന്നാൽ മതി. കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി രണ്ടുപേരും കൂടെ നിൽക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇരുന്നിട്ടെണ്ണം തിന്നണം നമുക്ക്. ഇത്ര നേരം ഞങ്ങളിതൊക്കെ പറഞ്ഞത് ആരോടാണോ എന്തോ. അയ്യോ, നിങ്ങളൊക്കെ ഒന്ന് വാടച്ചു വെച്ചിട്ട് എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കാവോ? അല്ല, ഞാൻ തിരിച്ചു കൊണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ടാണ് വന്നത്. ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല. നമ്മുടെ ഇവിടെ ഏതെങ്കിലും കമ്പനിയിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് കയറാൻ തന്നെ എൻ്റെ തീരുമാനം. മാത്രമല്ല അച്ഛന്മാരെല്ലാവരും ഇനി കുറച്ചാലൂടെ കമ്പനി പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് അങ്കി തന്നെയാവില്ലേ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അവനെ ഹെൽപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ ചേച്ചി ശരിക്കും പോണില്ലേ? അപ്പം പിന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്ന ആളായല്ലോ. ശരിക്കും ഞാൻ പോണില്ല. ആരു, ഞങ്ങൾക്കൊരു സീരിയസ് കാര്യം നിന്നോട് പറയാനുണ്ട്. പറഞ്ഞോ, ഞാൻ കേൾക്കുമല്ലേ. പറ മനുഷ്യ അവളോട്. ഒന്ന് പൂടി അവിടുന്ന്, എനിക്ക് പേടിയാ പറയാൻ. 2 എണ്ണം പറയണ്ട, അവിടെ മിണ്ടാതിരിക്കും, ഞാൻ പറയാം. ആരു മോളെ, അമ്മ ഒരു കാര്യം പറയട്ടേടാ. ഇവരുടെ എല്ലാവരുടെയും മുഖഭാവം വീക്ഷിച്ചതിൽ നിന്നും എനിക്ക് വ്യക്തമാവുന്നത് ചേച്ചിക്ക് എന്തോ ഒരു വലിയ പണി ഇവരായിട്ട് കരുതി വെച്ചിട്ടുണ്ട് എന്നാണ്. കുറച്ചു നേരം മിണ്ടായിരിക്കും ചെറുക്ക അവിടെ. ആരു, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നീ ദേഷ്യപ്പെടരുത്. അമ്മ ആദ്യം പറ, എന്നിട്ടല്ലേ ദേഷ്യപ്പെടുന്ന കാര്യം. ആരു, അടുത്ത മാസം നിനക്ക് 27 ആവുമല്ലേ? ഈ പ്രായത്തിൽ ഞാൻ അജുവിനെ പ്രസവിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ നടക്കുന്നത്. കുറച്ച് പ്രായം കൂടുമ്പോൾ നിനക്ക് ആലോചനയൊന്നും വരാതാവും. ഇപ്പം തന്നെ 27 വയസ്സില്ലേ? നിൻ്റെ കല്യാണക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണ്ടേ? ഞങ്ങൾ ഇക്കാര്യം തീരുമാനിച്ചു. നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങളൊരു കല്യാണം നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അത് നടക്കില്ല, അത് വിട്ടേരെ. എൻ്റെ കല്യാണത്തെക്കുറിച്ച് ഇവിടെ ആരും ഒരു തീരുമാനം എടുക്കണ്ട. എനിക്കിപ്പോൾ എന്താണുള്ളൊരു കല്യാണം വേണ്ട. ഇനി ഭാവിയിൽ എങ്ങനെ എനിക്കൊരു കല്യാണം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ നോക്കാം. ഇനി അപ്പം എനിക്ക് ചെറുക്കനെ കിട്ടിയില്ല എന്നാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിക്കാണ്ട് ഈ ലോകത്ത് ജീവിക്കാമല്ലോ. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ കല്യാണം കഴിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. കല്യാണം കഴിക്കാത്തവർ എത്ര പേര് ഈ ലോകത്ത് ജീവിക്കുന്നു, പിന്നെന്താ കുഴപ്പം? എന്നാലും മോളെ ആര്, നീ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കൂടെ ഒരു തുണയില്ലാതെ ജീവിക്കുന്നേ? അമ്മയുടെ പൊന്നു മോളല്ലേ, ഒന്ന് കേൾക്ക്. ഞങ്ങൾ നിനക്ക് വേണ്ടി നല്ല ചെറുക്കനെ തന്നെ കൊണ്ടുതരാം. നീ ഒന്ന് കല്യാണം കഴിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. അവൾക്ക് വേണ്ടെങ്കിൽ ആരും ഇവിടെ നിർബന്ധിക്കാൻ നിൽക്കില്ല. അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് എന്ത് വേണേ ചെയ്യാം. ഇനി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എത്ര നാളായി ഇവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് കിടന്ന് കാണിക്കുന്നു.
ഇവക്ക് ലണ്ടനിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞ് പഠിച്ചു. 9 കൊല്ലമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്നത് ഇവള്. ഇനിയൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഇനി ഞാൻ ഇവക്ക് ചേരുന്ന ഒരു ചെറുക്കനെ വേഗം കണ്ടുപിടിച്ചിട്ട് കല്യാണം നടത്തും. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നടത്തിയിരിക്കും. ആ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം മിക്കവാറും ഇപ്പൊ പൊട്ടും. അതിനിപ്പോ എന്താ എത്ര സംശയം? ഇപ്പൊ പൊട്ടിന്ന് ചോദിച്ചാ പോരെ? അതിന് ഞാൻ സമ്മതിക്കാതെ എൻ്റെ കഴുത്തിലാണ് താലി കെട്ടാൻ പറ്റൂ. നീ സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും നിന്റെ കല്യാണം ഞാൻ നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടത്തിയിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇതന്നെ അവളെ നിങ്ങൾ പൈസ കൊടുത്തു വല്ലതും വാങ്ങിയതാണോ? അവക്കിപ്പോൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ അത് നടത്താൻ പോകുന്നില്ല. ഇനി അതല്ല എൻ്റെ വാക്കെങ്ങാനും ധിക്കരിച്ച് അവളുടെ കല്യാണം നടത്തുവാണെങ്കിൽ പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അങ്കി നീ എന്തറിഞ്ഞിട്ടേ പറയുന്നത്? മിണ്ടാതിരിക്കവിടെ. അവനോട് മിണ്ടാതിരിക്കാൻ പറയാനോ അവനോട് ഒച്ചയെടുത്ത് സംസാരിക്കാനോ ഈ വീട്ടിൽ എനിക്കല്ലാതെ വേറെ ആർക്കും അവകാശമില്ല. അത് മറന്നുപോയെങ്കിൽ ഞാനൊന്നോട് ഓർമ്മിപ്പിക്കാം. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം ഞാനത് പറഞ്ഞതുപോലെ തന്നെ. എനിക്ക് കല്യാണം വേണ്ട. ഇനി വേണമെന്ന് തോന്നിയാൽ എനിക്ക് തന്നെ ആളെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാൻ അറിയാം. എനിക്ക് ആരുടെ സഹായം വേണ്ട. ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുതും വേണ്ട ആരും. കേട്ടല്ലോ, അവളുടെ അഭിപ്രായം കേട്ടല്ലോ. ഇനി ഈ കാര്യം പറഞ്ഞ് അവളുടെ പുറകെങ്ങാനും ആരെങ്കിലും നടന്ന് ശല്യപ്പെടുത്തിയാൽ പിന്നെ എങ്ങനെയായിരിക്കില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാദ്യമായിട്ടൊന്നുമില്ലല്ലോ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ പെങ്ങന്മാരെ ശല്യപ്പെടുത്താൻ വരരുതെന്ന്. അതെ അമ്മ, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഒരാൾക്ക് കല്യാണം കഴിക്കുന്നതെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കണം താല്പര്യമുള്ളത് അപ്പോൾ വേണം അവരെ കല്യാണം കഴിക്കാൻ. അത് അവരുടെ തീരുമാനമാണ്. നമ്മൾ ആരുമല്ല തീരുമാനം എടുക്കുക. ഇന്ന് കാർത്തു ചേച്ചിയോട് പറഞ്ഞത് ഒരു കാരണവശാലും ഒരമ്മയും സ്വന്തം മക്കളോട് പറയാൻ പാടില്ല. അങ്ങനെ സ്വന്തം മോള് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് എല്ലാ അമ്മമാരും. പക്ഷെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നിർബന്ധിച്ച് കഴിപ്പിക്കരുത്. അതെ അമ്മ, ചേച്ചിക്ക് ഇപ്പം ഒരു കല്യാണം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയെ നിർബന്ധിക്കാൻ നമ്മൾ ആരുമല്ല. കാരണം ആ ജീവിതം ജീവിക്കേണ്ടത് ചേച്ചിയാണ്. പിന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ചേച്ചിയുടെ സൈഡ് തന്നെയാണ്. അതിലൊരു മാറ്റം ഇനി വരില്ല. മതി എല്ലാവരും നിർത്ത്. ഇനി ഈ കാര്യത്തിലൊരു ചർച്ച വേണ്ട. ആരും ഇനി കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെന്നാണെങ്കിൽ വേണ്ട. അവൾക്ക് എപ്പോഴാണ് ഒരു കല്യാണത്തിന് തയ്യാറാവുന്നത് അപ്പോൾ അവൾ അവളുടെ ഇഷ്ടത്തിന് ഒരാളെ കണ്ടുപിടിച്ചോട്ടെ. ഈ കാര്യം ഇനി ഞങ്ങളായിട്ട് നിങ്ങളോട് പറയില്ല. അതെ 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 അതെ. ഇങ്ങനൊരു മരങ്ങോടനാണല്ലോ എനിക്ക് കിട്ടിയതിനായിട്ട് കിട്ടിയ എൻ്റെ ദൈവമേ. അതെന്തായാലും ഞാൻ വിട്ടു. ഇനി ഈ കാര്യത്തിൽ ഞാനൊന്നും പറയാൻ വരുന്നില്ല. പിന്നെ നാളെ നമുക്കെല്ലാവർക്കും കൂടെ അമ്പലത്തിൽ പോകണം കേട്ടോ. ഞാൻ കുറേ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു. നീ വന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ എല്ലാവർക്കും കൂടിയും പോവാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? പോയാലോ നാളെ? എനിക്കെന്താ ഇവിടെ പണിയുള്ള? ഞാൻ വരാം. ഞാനും വരാം. അമ്പലത്തിലൊക്കെ പോയിട്ട് കുറച്ച് ദിവസമായി. എന്നാ പിന്നെ ഞാനും വരാം. ഞാനായിട്ട് ഇപ്പൊ എന്തിനാ കുറയ്ക്കുന്നേ? എന്നാ ഞാനും. എല്ലാരും ഉണ്ടെങ്കിൽ ഞാനും വരാം. എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് നാളെ കമ്പനിയിൽ പോകണം. നാളെ മീറ്റിംഗ് ഉണ്ട് രാവിലെ. നീ അവിടെ പോണു? നീയും വരും ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ. മതി എല്ലാവരും വേഗം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകണ്ട. പിന്നെ നീ കുളിച്ചില്ലല്ലോ? വന്നിട്ട് മര്യാദയ്ക്ക് കഴിച്ചിട്ട് പോയി കുളിക്കാൻ നോക്ക്. എന്നിട്ട് കിടന്നുറങ്ങുക കേട്ടോ. ഓക്കെ ബോസ്. അമ്മ എന്ത് ചെയ്യാ? നിനക്കെന്നാ കണ്ണ് കണ്ടുകൂടെ? ഞാൻ അവിടെ വൃത്തിയാക്കണ കാണത്തില്ലേ? പിന്നെ അമ്മയുടെ ചക്കര മുത്തല്ലേ, അമ്മയ്ക്ക് ഒരു സഹായം ചെയ്തു തരുമോ? ദേ ഈ ഓറഞ്ച് ജ്യൂസ് ഒന്ന് അങ്കിക്ക് കൊണ്ടേ കൊടുത്തേ. അവൻ ഈ സമയത്ത് ജ്യൂസ് കുടിക്കണ പതിവുള്ളതെന്ന് നിനക്ക് അറിയത്തില്ലേ? പിന്നെ അവനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ അവൻ്റെ റൂമിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവൻ നല്ല ചീത്ത പറയും. അവനിവിടെ ആകെ ഒച്ചടിക്കില്ല. നിൻ്റെ അടുത്ത് മാത്രം ഒന്ന് കൊണ്ടേ കൊടുക്കുക. ചക്കരയല്ലേ എൻ്റെ പൊന്നമ്മ. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കയറി ചെന്ന് അവൻ്റെ കൺട്രോൾ പറ്റുമെന്നുള്ളത്. ഇതിപ്പോൾ ഞാനിപ്പോൾ എന്നാന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ അവൻ വല്ലതും പറഞ്ഞാലും ഇനി അത് മതി. ഒന്ന് പോവിടുന്ന്. അവൻ നിന്നെ മാത്രം ഒന്നും പറയില്ലാത്തേ ഉള്ളൂ ഈ വീട്ടിൽ. ആഹാ, ഇതിപ്പോൾ ഇങ്ങനെയായോ? ശരി, ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇങ്ങോട്ട് നല്ല വർക്കിലാണല്ലോ. ദൈവമേ എന്നെ കാത്തോണേ. ഹലോ വിമല, എന്നായി? അവളെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? അവളെ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് വേണം. അതിന് ഒരു മാറ്റവും ഇല്ല. അവളെ എനിക്കുള്ളതാ. വേറെ ആർക്കും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല.
പങ്കി വന്നു വന്ന് കണ്ട പെണ്ണുങ്ങളെ കുറിച്ചും പറയാൻ തുടങ്ങിയില്ലേ. അവൻ്റെ ഒരു ജ്യൂസ് ഞാൻ കുടിപ്പിക്കാൻ തന്നെ അതിൻ്റെ ജ്യൂസ്. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യം എനിക്ക് ഈ സമയത്ത് ജ്യൂസ് വേണമെന്ന്. എന്നിട്ട് ഇതുവരെ എനിക്ക് കൊണ്ട് തരാത്ത തന്നെയാ. നിനക്ക് ഞാൻ ജ്യൂസ് ആരുടെ കൊടുത്തു വിട്ടായിരുന്നല്ലോ, നിനക്ക് കിട്ടിയില്ലേ? ആരുടെ കൊടുത്തു വിട്ടുവന്നോ? അപ്പൊ ഇനി ഞാൻ പറഞ്ഞ അവള് കേട്ട് കാണൂ. ആ ജ്യൂസ് അവള് നിനക്ക് തന്നില്ലേ പിന്നെ നോക്കാനൊന്നുമില്ല, അവള് തന്നെ കുടിച്ചു കാണും. അത് നീ ഇവിടെ നിൽക്ക, അമ്മ വേഗം വേറെ ജ്യൂസ് ഉണ്ടാക്കി തരാം. ഇനിയിപ്പോ ജ്യൂസ് വേണ്ടമ്മ, ഇനിയിപ്പോ ഉണ്ടാക്കാൻ നിക്കണ്ട. ഇവിടെ ഉള്ളവന്മാരൊക്കെ ഇവിടെ പോയി. ഞാൻ അവന്മാരെയൊക്കെ നോക്കിയില്ലേ, വീട്ടിൽ കൂടെ മൊത്തം നോക്കി. അവന്മാരൊന്നും ഇവിടെ കാണാനില്ലല്ലോ. എവിടെ പോയി? അവൾമാരെയും കാണാനില്ല. വേറെ എവിടെ? അവരെല്ലാരും കൂട്ടം കൂടി മേളത്തെ ബാൽക്കണിയിൽ ഇരിപ്പുണ്ട്. എന്നാലും അങ്കേട്ടൻ കാർത്തൂനോട് അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ പൊന്നോ, വലിയ കാര്യമായിപ്പോയി. ചേച്ചി ഇപ്പൊ എന്തായാലും പറഞ്ഞാർന്നോ? ഒന്നുമില്ല, ഞാൻ തുറന്നിട്ടേ ഇല്ല. ചേച്ചി ഞാൻ ചേച്ചിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ചേച്ചിക്ക് ലവർ വല്ലതും ഉണ്ടോ? കാരണം അവരെപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാലും ചേച്ചി ഒഴിഞ്ഞു മാറും. അതെന്നാ അങ്ങനെ? കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒക്കെ മനസ്സിലാവും. എങ്കിലും ഈ പ്രായത്തിൽ നമുക്കെല്ലാവർക്കും ലവറൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. യാ ഇനി എങ്ങാനും ചേച്ചിക്ക് പറയാൻ വേണ്ടിയുള്ളതാണെങ്കിൽ പറയാം. ലൈക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതാണെങ്കിൽ, അങ്ങനെ വേറെ എന്തെങ്കിലും ജാതിയാണെങ്കിൽ, അങ്ങനെ എന്താണെങ്കിലും പറയാം. ഒരു കുഴപ്പമില്ല, എല്ലാം ഞങ്ങൾ ശരിയാക്കും. നീ എന്താ ഉദ്ദേശിച്ച് മനസ്സിലായില്ല? എൻ്റെ പൊന്നു ചേച്ചിക്ക് ഇനി ആരെങ്കിലും ഇഷ്ടം ഉണ്ടായിട്ട് അത് പറയാൻ മടിയുള്ളതാണോ? ഇനി വേറെ ഏതെങ്കിലും റിലീജിയൻ ആയതുകൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല എന്ന് ഓർത്താണോ പറയാത്തേ? അതാ ഞങ്ങളീ ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങളോടെങ്കിലും പറ, ഞങ്ങൾ എങ്ങനെയും പറഞ്ഞ് ശരിയാക്കി തരാം. ചേച്ചി ഇങ്ങനെ ഒന്നും പറയാതെ കല്യാണം വേണ്ടാതെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നേ? എൻ്റെ പൊന്നു കൊച്ചേ, എനിക്ക് ലവറും ഇല്ല, ബോയ് ഫ്രണ്ടും ഇല്ല, ഒരു തേങ്ങാക്കൊലേ ഇല്ല. എനിക്കിപ്പോൾ കല്യാണം വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ കല്യാണം വേണ്ടതുകൊണ്ട്, അല്ലാതെ എനിക്ക് ലവറൊന്നുമില്ല. അപ്പൊ ശരിക്കും ചേച്ചിക്ക് ലണ്ടനിൽ അവിഹിതം ഇല്ല? ഐ മീൻ ബോയ് ഫ്രണ്ട്, നോട്ട് അവിഹിതം. ഓക്കെ, ബോയ് ഫ്രണ്ട്. അപ്പൊ ഒരു സായിപ്പളിയനെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഞങ്ങളാരായി? ഞങ്ങൾ വിചാരിച്ച ചേച്ചി അവിടെ വെൽ സെറ്റിൽഡ് ആണ്. ഈ സെറ്റിലായിരിക്കും എന്നുള്ളതിൽ നിന്ന് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അതായത് ഭവതി, ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നത് താങ്കൾ അവിടെ ഒരു സായിപ്പുമായി ലിവിങ് ടുഗദർ ആണെന്നാണ്. സായിപ്പ് തന്നെ വേണമെന്ന് നിനക്ക് നിർബന്ധമാണോടാ? തീർന്നു. ഇതിപ്പോ എവിടെന്ന് പൊട്ടിമുളച്ച് വന്നടേ? അവളുടെ മോഹം കൊണ്ടിട്ടെല്ലാം കേട്ടു എന്നാ തോന്നുന്നത്. എന്താ ഏട്ടാ പറഞ്ഞ? കേട്ടില്ല. ഓ, അതിനുള്ള കഴിവൊന്നും നമ്മുടെ ചേച്ചിക്കില്ലടേ. ലണ്ടനിൽ ലീവിങ് ടുഗദർ എന്നൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ ഇവളെയൊക്കെ കണ്ടോണ്ട് ആര് പ്രേമിക്കാൻ? എനിക്ക് പ്രേമിക്കാൻ കഴിവില്ലെങ്കിൽ ഇപ്പം എന്താടാ, നിനക്കുണ്ടല്ലോ, അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രേമരോഗി പോരെ. ഇനിയിപ്പം ഇങ്ങനെ പറയാന്നല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ അല്ലേ? നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കിട്ടോ? എനിക്കറിയത്തില്ല. ഇവളുടെ മുഖമല്ലേ അതുകൊണ്ട് പഴുത്ത പംകിൻ ഇരിക്കണ പോലെ ഇരിക്കണേ. അല്ലെങ്കിൽ ഇവളുടെ വായ എന്നാ അടഞ്ഞിരിക്കണ വായാടി. ഞാൻ പംകിനാണല്ലേ? നീ പടം മരപ്പെട്ടി പേപ്പട്ടി ഈനാമ്പേജ് വെള്ളക്കുറ ചൊറുത്തവൾ അവൻ്റെ അമ്മൂമ്മയുടെ ഒരു പഴുത്ത പംകിൻ. ഓഹോ, അങ്ങനെയാണല്ലേ? നീ പൊടി വെള്ളപ്പാറ്റ കാട്ടുവാസി വായാടി കുണ്ടുമുളക്. വായാടി കുണ്ടുമുളകൊക്കെ നിന്റെ മെറ്റവള പോവുക പട്ടി. അയ്യോ മറന്നു, നിനക്ക് മെറ്റവളില്ലല്ലോ അല്ലേ? സാരമില്ല, പോട്ടെ കേട്ടോ. എനിക്ക് മെറ്റവളില്ലാതെ നിന്നോട് ആരുടെ പറഞ്ഞേ? എനിക്കും ഉണ്ട് ഒരുത്തി, നിന്നേക്കാളും നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ്. അതപ്പോ അറിഞ്ഞില്ലല്ലോ. ഞാനും. അതാണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? ഇതുങ്ങളൊന്ന് പിടിച്ചു നിർത്താം, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഇറങ്ങി വരും. അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യേ. ഇങ്ങനെയൊന്നും തമാശ പറയല്ലേ എൻ്റെ ആങ്കി.
എന്നെക്കാളും ഭംഗിയുള്ള പെണ്ണെന്നൊക്കെ. പിന്നെ അതിനിപ്പം എത്ര സംശയം, നിന്നെക്കാളും ഭംഗിയുള്ള എത്രയോ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നീ എന്നെ വിളിച്ച് ചൊറുത്തവളാന്നല്ലേ? ചൊറുത്തവള നിന്റെ കെട്ടിയോ, നീ പോയി വിളിക്കടി, അവനെ പോയി വിളിക്കടി. ഇതേ എൻ്റെ കെട്ടിയവനെ പറഞ്ഞോണ്ടല്ലോ. എന്തിയാ നിന്റെ കെട്ടിനെ പറഞ്ഞപ്പോൾ നിനക്ക് കൊണ്ടോ? എന്നാൽ ഞാൻ ഇനിയും പറയും, നിർത്തിക്കോ. രണ്ടെണ്ണം നിർത്തി 2 റൂമിലേക്ക് പോക്കോ. ചേച്ചി ചെന്ന് കുളിച്ച് കയറി കിടന്ന് ഉറങ്ങി നാളെ രാവിലെ എൻ്റെ അമ്പലത്തിൽ പോ, റെഡി ആയിക്കോണം. ഏട്ടനും പോ, വേഗം ചെല്ല്. 2 ഇനി ഇവിടെ കണ്ടുപോയത്. ഞാനല്ലേലും പോവാ, ഇവന്റെ മോന്ത കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എടി നിർത്തിക്ക, എല്ലാത്തോടും കയറി പോകാനാ പറഞ്ഞത്. ഒറ്റ ഒരെണ്ണം ഇനി ഇവിടെ ഇരിക്കണ്ടേ, എല്ലാം അണിയിട്ട് വെക്കോ. ഞാൻ പോവാ. അങ്കിത് മേനോൻ എന്താ ആരാധ്യയുടെ മുറി കാര്യം? നിന്നേക്കാളും സുന്ദരിയായിട്ടുള്ള വേറെ പെണ്ണില്ലാന്ന് തെളിയിക്കാൻ വന്നതാ. വരവിൻ്റെ ഉദ്ദേശം അത് മാത്രമല്ലെന്ന് മനസ്സിലായി. അവൻ്റെ മനസ്സിൽ എന്തോ ഒരു ദുരുദ്ദേശം. അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല, നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എന്നാലേ ആ ഉദ്ദേശം ഇവിടെ നടക്കില്ല. എന്തു വാടി, ഒന്ന് മര്യാദയ്ക്ക് റൊമാൻറ്റിക്കായി വന്നതാ, അതിൻ്റെ ഇടയിൽ അവള്. റൊമാൻറ്റിക് അല്ലേ? അല്ലേലും നിന്നെ കൊണ്ട് ഇതിന് മാത്രമേ പറ്റൂ. നീ എന്നെ കുറച്ചു മുമ്പ് എന്നെ വിളിച്ച് വായാടി ഗുണ്ടുമുളക്. ആഹാ, ഇപ്പൊ എന്നാ പറ്റി? സീരിയസ്ലി നീ ഈ കാര്യം ഇപ്പൊ എടുത്തിടുവാണോ? ഇങ്ങ വാ ഇങ്ങോട്ട്. അങ്കി, എന്നാ? ഐ ലവ് യു. ലവ് യു ടു. ഒരു മിൻസാര പാർവൈயின் വേഗം വേഗം ഉന്നോട് நான் കണ്ടു കൊണ്ടേൻ. ഒരു പെണ്ണോട് തോன்றிடும் താപം താപം എന്നോട് நான் കണ്ടു കൊണ്ടേൻ. என்னை மறந்து விட்டேன். இந்த உலகத்தில் நான் இல்லை, நான் இல்லை. உன்னை இழந்து விட்டான். எந்த மலரிலும் தேனில்லை, தேனில்லை. വാ കിടക്കാം.